ആഴം കുറഞ്ഞ കടലിൽ ജീവിക്കുന്ന മീനുകളാണ് ക്ലൗൺ ഫിഷുകൾ. കാണുവാൻ പുല്ലിനോട് സാമ്യമുള്ള സീ ആനിമനി എന്ന കടൽ ജീവികളുടെ കൂടെയാണ് ഇവ ജീവിക്കുന്നത്. എപ്പോഴും സീ ആനിമനിയുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ക്ലൗൺ ഫിഷുകൾ വളരെ അപൂർവമായി മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ. അതിനൊരു കാരണമുണ്ട്. സീ ആനിമനിയുടെ ശരീരത്തിൽ വിഷം നിറഞ്ഞ ധാരാളം മുള്ളുകളുണ്ട്. ക്ലൗൺ ഫിഷുകൾക്കാവട്ടെ ഇവയുടെ വിഷമേൽക്കില്ല. മീനിന്റെ ശരീരത്തിലുള്ള കോട്ടിംഗ് അനിമനിയുടെ വിഷം ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയും. എന്നാൽ മറ്റ് മീനുകളുടെ കാര്യം അങ്ങനെയല്ല. വിഷമുള്ളുകൾ ഏൽക്കുന്നത് കൊണ്ട് പുറത്തു നിന്നുള്ള ഒരു ജീവിയും അനിമനിയുടെ ഉള്ളിൽ പ്രവേശിച്ച് ക്ലൗൺ ഫിഷുകളെ ആക്രമിക്കുവാൻ മുതിരില്ല. കൂടാതെ സീ അനിമനി ഒരു മാംസബുക്കായ വേട്ടക്കാരനായതുകൊണ്ട് വേട്ട ചെയ്യുമ്പോൾ തെറിച്ചു വീഴുന്ന മാംസ കഷ്ണത്തിന്റെ ഒരു പങ്ക് ക്ലൗൺ മീനുകൾക്കും കിട്ടും. ഇങ്ങനെ എല്ലാം കൊണ്ടും സേഫ് ആയ സ്ഥലമായതുകൊണ്ട് ക്ലൗൺ ഫിഷുകൾ വളരെ അപൂർവമായി മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ. ഇങ്ങനെ അപൂർവമായി പുറത്തിറങ്ങുന്നത് കൊണ്ട് വേറൊരു പ്രശ്നമുണ്ട്. സീ അനിമനി എന്ന ജീവിക്ക് അധികം വലിപ്പമില്ല. അതുകൊണ്ട് ഇവയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ക്ലൗൺ ഫിഷിന്റെ കോളനിയിൽ 2-3 മീനുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ ചോദ്യം ഇതാണ്: ഒരു പക്ഷേ ഈ 2 മീനുകളും ആൺമീനുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇവയെല്ലാം പെൺമീനുകളാണെങ്കിൽ എങ്ങനെ അടുത്ത തലമുറ ഉണ്ടാവും? ഈ അവസ്ഥ മീനുകളുടെ വംശനാശത്തിന് തന്നെ കാരണമാവും. അതുകൊണ്ട് ചുരുങ്ങിയ അംഗസംഖ്യ മാത്രമുള്ള ഇവയുടെ കോളനിയിൽ ആണും പെണ്ണുമുള്ള ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുവാൻ പ്രകൃതി തന്നെ ഒരു വഴി കണ്ടെത്തി. ക്ലൗൺ ഫിഷുകളെല്ലാം ജനിക്കുന്നത് ആൺമീനുകളായിട്ടായിരിക്കും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇവ പെൺമീനുകളായി മാറും. സീ അനിമനിയുടെ ചെറിയ കോളനിയിൽ ആൺപെൺ സാന്നിധ്യം ഉറപ്പുവരുത്തുവാൻ ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. ഇത് മാത്രമേ വഴിയുള്ളൂ.